ഖുർആനാണ് സഹാബികളെ മാറ്റിമറിച്ചതെങ്കിൽ, പ്രവാചകന്മാരെയും മാറ്റിമറിച്ചതെങ്കിൽ, രക്ഷപ്പെടുത്തിയതെങ്കിൽ അത് തന്നെയാണ് ഇന്നും നമുക്കുള്ള രക്ഷ. അതിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്, അതിന്റെ സംഘാടകരായി നമ്മൾ മാറേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ, സൂറത്തുൽ കൗസർ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗസർ. ആ സൂറത്തുൽ കൗസർ നൽകുന്ന സന്ദേശം ഏറ്റവും വലുത് എന്നാണ് റസൂൽ വിശേഷിപ്പിച്ചത്. ഏറ്റവും വലുതാണ്, അതിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും വലിയ സന്ദേശം നൽകിയ ഏറ്റവും ചെറിയ സൂറത്ത്. അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് പ്രവാചകൻ ആ സൂറത്തിനെ പഠിപ്പിക്കുന്നത്. എന്താണ് അതിൽ പറയുന്നത്? ഇന്ന അഅ്തൈനാക്കൽ കൗസർ, തീർച്ചയായും നാം നിനക്ക് ധാരാളം അനുഗ്രഹങ്ങള് ഞാൻ നിനക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഫസല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് നീ നമസ്കരിക്കുക, പൂർണ്ണമായി വിധേയപ്പെടുക. നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് സാഷ്ടാംഗ പ്രണാമത്തിൽ നീ നിന്റെ മനസ്സും ശരീരവും സമ്പത്തും സന്താനങ്ങളും കുട്ടികളെ ഒക്കെ എന്ത് ചെയ്യുക? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാ, ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥനിലേക്ക് തിരിയ. ജീവിതത്തെ മുഴുവനും, ജീവിതത്തിന്റെ വമഹിയായ വമാത്തി മുഴുവനും ആ മേഖലയിലേക്ക് തിരിക്കാൻ നിനക്ക് സാധിച്ചാൽ സഹായിയായിട്ട് അള്ളയുണ്ട്. നമ്മളൊരു തീരുമാനമെടുത്ത് ഇറങ്ങേണ്ട പണിയുള്ളൂ, ബാക്കി എന്ത് ചെയ്യണമെന്ന് അള്ളാഹു സുബ്ഹാനഹു. പക്ഷെ തീരുമാനം എടുത്ത് ഇറങ്ങേണ്ടത് നമ്മളാണ്, നമ്മൾ തന്നെയാണ് ആ തീരുമാനം എടുത്ത് ഇറങ്ങേണ്ടത്. ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി അള്ളാഹു സുബ്ഹാനഹു തആല ഏൽക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റതുപോലെ. പക്ഷെ തീരുമാനം എടുക്കില്ല എങ്കിൽ അതൊരു ഗുരുതരമായ ഒരു, കേട്ടിട്ട് തിരക്കടില്ല എന്ന് പറഞ്ഞതല്ല, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞതല്ല, അല്ലെങ്കിൽ അത് വേണ്ടിയില്ലായിരുന്നു പറഞ്ഞതല്ല, ആവർത്തനമാണല്ലോ എന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് ആവർത്തനം തന്നെയാണ്. വിശുദ്ധ ഖുർആൻ ആവർത്തനം തന്നെയാണ്. സൂറത്തുൽ കൗസറൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. പക്ഷെ എന്നാലും കേൾക്കാനാ അള്ളാഹു പറഞ്ഞു, നീ ഉത്ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ആർക്കാണ് ഉത്ബോധനം പുതുതായി കിട്ടുന്നത് അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നതെന്ന് പറയുക നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചെറിയ സൂറത്തിൽ പറയുകയാണ്, ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ നാഥനെ വിധേയപ്പെട്ട് നമസ്കരിക്കുകയും ബലിയർപ്പിക്കുക. ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം താല്പര്യങ്ങൾ മാറ്റിവെക്കുക. അള്ളാഹ്ക്ക് വേണ്ടി സ്വന്തം താല്പര്യങ്ങൾ എന്ത് ചെയ്യുക? മാറ്റിവെക്കുക. ഇതിനാർക്ക് സാധ്യമല്ലാതെ പോയാൽ ഇന്ന ശാനിയക ഹുവൽ അബ്തർ, തീർച്ചയായും നിന്നെ അവഗണിച്ചവൻ, ഈ കാര്യം അവഗണിച്ചവൻ അവനാണ് കുറ്റിയറ്റവൻ. നമുക്ക് പറയാം, ലോകരാജ്യങ്ങൾ ഇതിലേക്ക് ഇസ്ലാമികമായി ഈ ആശയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിൽ സ്കൂൾ നഷ്ടപ്പെട്ടാലും ശരി, അതിന്റെ പേരിൽ സമ്പത്ത് നഷ്ടപ്പെട്ടാലും ശരി, അതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടാലും ശരി, അള്ളാഹുവാണ് ഏറ്റവും വലുത് എന്ന് ലോകം മുഴുവൻ വന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ഭയപ്പെടുകയാണ്. ലോകരാജ്യങ്ങൾ ഭയപ്പെടും. ഇസ്ലാമിന്റെ ഒരു സാന്നിധ്യം, ഒരു കീറ തട്ടം തലയിൽ, ഒരു കീറ തുണി തലയിലിട്ടാൽ പോലും പ്രശ്നമായി. അത്രയും ഭൗതികതയിൽ ആണ്ട ജനത, ആ ജനതയുടെ വേറൊരു പതിപ്പായി നമ്മൾ പോകാൻ പാടില്ല. നമുക്കിത് തന്നെ അള്ളാഹു അക്ബർ എന്നൊരു സത്യമായിരിക്കണം. ആ സത്യത്തിലേക്ക് എന്റെ കാര്യത്തിൽ അത് ഉറപ്പുവരുത്തണം, എന്റെ കുട്ടികളുടെ കാര്യത്തിൽ അത് ഉറപ്പുവരുത്തണം. അങ്ങനെ നമുക്ക് മറിച്ചായാലും പലരുടെയും പിന്നെ കുറ്റിയേറ്റ് പോകുന്ന അവസ്ഥ. ഇന്റെ ഷാനിയൊക്കെ വല്ല പുത്തർ എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ കുറ്റിയേറ്റ് പോകുന്ന, മരിച്ചതോടുകൂടി കുറ്റിയേറ്റ് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. മക്കളൊക്കെ വേറെ പലതിലും നിസ്കാരം പോലും ഇല്ലാത്ത കോലത്തിലൊക്കെ ബിസിനസ്സൊക്കെ വളർന്നിട്ടുണ്ടാവും. ഇസ്ലാമികമായ സക്കാത്ത് പോലും നേരത്തെ പറഞ്ഞതുപോലെ കൊടുക്കാത്ത ഒരു തലമുറയെ കിട്ടാനുള്ളത് ഓർത്തുകൊണ്ട് നടക്കുകയാണ്. അതാണ് പലരുടെ ആളുകളുടെ മനസ്സിൽ. അതേപോലെ തന്നെ കിട്ടാത്തതും ചിന്തിച്ച് നടക്കുകയാണ്. അങ്ങനെയുണ്ട്, അതുകളെ കിട്ടിയിട്ടില്ലല്ലോ, ഇത് കിട്ടിയിട്ടില്ലല്ലോ. അവസാനം കിട്ടിയത് എന്തില്ല, കിട്ടിയത് ആസ്വദിക്കാനുള്ള ഒരു ഭാഗ്യമില്ലാത്ത നിർഭാഗ്യകരമായ അവസ്ഥ. കിട്ടിയതിനെ കുറിച്ച് ഓർത്ത് അതിനുള്ള നന്ദി എന്ന് പറയുന്നത്, അതിനത് ചെന്ന ആരാണെന്ന് അന്വേഷിച്ച് അവന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത്, അങ്ങനെയാണെങ്കിൽ അള്ളാഹു നന്ദിബോധം വീണ്ടും വർദ്ധിപ്പിക്കും. ആ അർത്ഥത്തിൽ അതിന് പ്രാധാന്യം കൊടുക്കണം. കൊടുക്കുന്ന ആളുകളുണ്ട്. ഈ ഇരിക്കുന്ന സദസ്സിൽ തന്നെ ഒരു വലിയ ഭൂരിപക്ഷവും അങ്ങനെ തന്നെയാണ് എന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ഇല്ലാത്ത ആളുകൾക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കണം. ഇത് നമ്മളുടെ പണിയാണ്. ഇസ്ലാമിക പ്രവർത്തനത്തിൽ ഏർപ്പെടണം. ഈ സന്ദേശം ജനങ്ങൾക്ക് കൈമാറുന്നിടത്ത് ഞാനും നിങ്ങളും ഉണ്ടോ? ഈ ഖുർആൻ ആയത്ത് ജനങ്ങളെ പഠിപ്പിക്കുന്നിടത്ത് എത്ര സമയം നമ്മൾ ചെലവഴിക്കുന്നു? നമ്മളിപ്പോഴും നമ്മളുടെ കച്ചവടവും ബിസിനസ്സും കുട്ടികളും പറഞ്ഞ് മാത്രം ഇരുന്നിട്ട് ഇതിനിറങ്ങി പണിയെടുക്കാൻ എവിടെയാണ് നമുക്ക് വേറൊരു സമയം? ഇതാണ് ചോദ്യം. ഇതാണ് അള്ളാഹു ആലോചിക്കാൻ വേണ്ടി നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ദാറുൽ അർക്കമിൽ വെച്ച് അതൊരു പാവപ്പെട്ട ഒരാളുടെ വീടായിരുന്നു ദാറുൽ അർക്കം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് റസൂൽ ആ വീട് തെരഞ്ഞെടുത്തത്. കാരണം 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ വീടാ. 17 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. 17 വയസ്സൊക്കെ നമ്മുടെ നാട്ടിലെ കുട്ടിയാണല്ലോ. അർക്കം എന്ന് പറയുന്ന ദാറുൽ അർക്കം എന്ന് പറയുന്ന വീട്, അവിടെ വെച്ചാ ഖുർആൻ റസൂല് പഠിപ്പിച്ചത്. ദാറുൽ അർക്കമിൽ വെച്ചിട്ട് ഊഴമിട്ട് ആളുകൾ വന്ന് പഠിച്ചിട്ട് അവര് റോമും പേർഷ്യയും അത് ജയിച്ചുവെങ്കിൽ നമുക്ക് നമ്മളുടെ മഹലിനെ പോലും അല്ലെങ്കിൽ നമ്മുടെ നാടിനെ പോലും സംസ്കരിക്കുന്നതിൽ പങ്കാളിത്തം ലഭ്യമാവാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹീതർ തന്നെയാണോ അല്ലേ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്.
അതിനിറങ്ങിക്കഴിഞ്ഞാലോ കച്ചവടം ഒരു ബിസിനസ്സോ ജോലിയോ ഒന്നും ബാധിക്കുകയില്ല. അള്ളാഹു അവനെ സംരക്ഷിക്കും. ആത്മാർത്ഥമായിട്ട് ഇറങ്ങണം, ഇഖ്ലാസോടുകൂടി ഇറങ്ങണം, അള്ളാഹുവിനെ തന്നെ മുൻനിർത്തി ഇറങ്ങണം. അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ എന്നെ സഹായിച്ചാൽ ഞാൻ നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ പാദങ്ങളെ അടിയുറപ്പുള്ളതാക്കി മാറ്റുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല വ്യക്തമായ സന്ദേശം നൽകിയതാണ്. നോക്കൂ, നിങ്ങൾ അധികമായാൽ അമൃതും വിശ്വം നമ്മൾ കേട്ടിട്ടുണ്ട്. സമ്പത്തും അങ്ങനെ തന്നെയാണ്. സമ്പത്ത് ധാരാളം, ധാരാളം സമ്പത്ത് അങ്ങനെ ചിന്തിക്കരുത്. കിട്ടിയതിൽ സന്തോഷിക്കാനും അതൊന്നും ആസ്വദിക്കുവാനും അപ്പോഴാണ് അള്ളാഹു, എന്നിട്ട് വേണം അടുത്ത സമ്പത്തിനെ ആഗ്രഹിക്കുവാനും. ഈ സന്ദേശവും ദീനും ഒക്കെ നന്ദി കാണിച്ചുകൊണ്ട് എത്തിച്ചു കൊടുത്ത് ഇസ്ലാമിക പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സാധിച്ചാൽ അത്, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ മത്സരത്തിലേക്ക് പോകും. അവിടുത്തെ കട മറ്റേ ഷോപ്പ് മറ്റോനേക്കാളും വലുത്, പിന്നെ കേട്ടോ അതിനെ കണ്ട് 55 എന്താ പറയാ എപ്പിസോഡായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കോലത്തില് ഒക്കെ പറയുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ 55ാമത്തെ ഷോപ്പാണ് ഇപ്പം നമ്മളിങ്ങനെ ഇങ്ങോട്ട് തന്നെ നെളിഞ്ഞു നിൽക്കുന്നത്. സക്കാത്തൊന്നും ഇപ്പൊ നമ്മളില്ല. അത് സദക്ക കൊടുത്തിട്ട് എന്താണ്? സദക്ക കൊടുത്ത് അള്ളാഹ് സ്വീകരിക്കണേ, സക്കാത്ത് കൊടുക്കണ്ടേ? സക്കാത്ത് കൊടുക്കണ്ട. 55 ഷോപ്പിൽ ഞെളിഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ 56ാമത്തെ ഷോപ്പിൽ ഞെളിഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ കൃത്യമായി സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ എത്ര സദക്ക കൊടുത്തിട്ടും എന്താ കാര്യം? ഫർദ് നമസ്കരിക്കാതെ സുന്നത്ത് നമസ്കരിച്ചവനെ പോലെ തന്നെയാണ്. ഫർദ് നമസ്കരിക്കാത്ത ഒരു മനുഷ്യൻ എത്ര സുന്നത്ത് നമസ്കരിച്ചിട്ട് എന്താ കാര്യം? ഇതെല്ലാവർക്കും അറിയല്ലോ. പക്ഷെ സക്കാത്തിന്റെ കാര്യത്തിൽ എന്ത് ചെയ്ത് തിരിയാതെ പോയത്? അതുകൊണ്ടാണ് അറൈതല്ലദീ യുകദിബു ബിദ്ദീൻ, നിന്നെ കളവാക്കിയവനെ കണ്ടോ, ഫദാലിക്കല്ലദീ യദുൽ യതീമ ലാ യഹ്ദു വലാ തുആമിൽ മിസ്കീൻ, അവന്റെ നമസ്കാരത്തിന് നാശമാണ്. വവൈലുൽ ലിൽ മുസല്ലീൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തികമായിട്ട് അവസാനം അത് മത്സരത്തിലേക്കും ആഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങളിലേക്കും അവസാനം അത് ഈ ലോകത്ത് നിന്നൊന്നും കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത, അമലുകൾ പോലും ഇല്ലാത്ത. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ, ഒരുത്തൻ വിജയിച്ചിരിക്കുന്നു. ആരാണത്? ആ വിജയിച്ചവൻ അസ്ലമ, അയാൾ മുസ്ലിമായിരിക്കുന്നു, അള്ളാഹുവിന് വിധേയപ്പെട്ടു 100%. ഇബ്രാഹിം നബി പറഞ്ഞല്ലോ, കാല അസ്ലം തുലി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹു ഞാനിതാ നിനക്ക് വിധേയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അസ്ലമായി, അദ്ദേഹം മുസ്ലിമായി, അള്ളാഹുവിന് വിധേയപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? അത്യാവശ്യത്തിന് മതിയായത് നൽകപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്. എന്റെ അത്യാവശ്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട് എന്നൊരു സന്തോഷത്തിന് അദ്ദേഹത്തിന് ലഭ്യമാവുകയും ചെയ്തു. അതുവഴി എന്ത് സംഭവിച്ചു? അള്ളാഹു അവൻ നൽകിയതിൽ അവനെ സംതൃപ്തനാക്കുകയും ചെയ്തു. അവൻ നന്ദി കാണിച്ചു. എനിക്ക് എന്ത് ഒരു തലക്ക് അപകടം പറ്റാതെ രക്ഷപ്പെട്ടാൽ, ഒരാൾ നട്ടല് പൊട്ടിയ ഒരാൾക്ക്, പക്ഷെ തലക്ക് കുടുങ്ങിയില്ലല്ലോ എന്ന് അദ്ദേഹം ചിന്തിക്കുക. ആ വണ്ടി എങ്ങാനും നട്ടലല്ലേ പൊട്ടിയിട്ടുള്ളൂ, ഇങ്ങനെ കിടന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താലോ, അള്ളാഹുവിനോട് നിസ്കരിക്കാലോ, കിടന്ന് കൽബിലെങ്കിലും നിസ്കരിക്കാനുള്ള ആയുസ് കിട്ടിയല്ലോ എന്ന് ആലോചിച്ച് അങ്ങനെ കിടന്നാൽ അയാളുടെ നട്ടല് ശരിയാവും. നേരെ മറിച്ച് അയാൾ ആ നട്ടല് പോയല്ലോ എന്ന് കരുതി കരയാനും ഇതും തുടങ്ങിക്കഴിഞ്ഞാൽ, എന്തേപ്പോ ഞാൻ ഇത്രയൊക്കെ സദക്ക കൊടുത്തിട്ട് ഇത്രയൊക്കെ ആയിട്ട് എന്തേപ്പോ ഉള്ള പരീക്ഷണം നടത്തി കളഞ്ഞത് എന്ന് ചിന്തിച്ച് ആ പരീക്ഷണം പോലും നാശമാക്കി മാറ്റുന്ന ഒരവസ്ഥ വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള നന്ദി ബോധം, അള്ളാഹുവിനെ കുറിച്ചുള്ള നിരന്തര ബോധം, അതേപോലെ ഖുർആൻ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഈ അർത്ഥത്തിലുള്ള ഖുർആനിന്റെ പഠനങ്ങള് തലമുറകൾക്ക് കൈമാറുന്ന പ്രവർത്തനത്തിലുള്ള പങ്കാളിത്തം, ഇതൊക്കെ ഉറപ്പുവരുത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹീതർ തന്നെയാണ്. എന്നാൽ അതിന് സാധ്യമല്ലാതെ പോയി കഴിഞ്ഞാൽ വമൻ അദ്ലമു എന്ന ഖുർആന്റെ പ്രയോഗം ഷിർക്കിനെ കുറിച്ച് ളുൽമ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പലതവണ ഈ മിമ്പറിൽ വെച്ച് തന്നെ പറഞ്ഞ കാര്യമാണ്. ഷിർക്കിനെ കുറിച്ച് ഇന്ന ഷിർക്കല ളുൽമുൻ അലി എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇസ്ലാമിക പ്രവർത്തനത്തിലേക്ക് കൂട്ടായ്മയിൽ ചേർന്നുകൊണ്ട് ഇസ്ലാമിക പ്രവർത്തനത്തോട് ഏതെങ്കിലും അർത്ഥത്തിൽ അങ്ങനെ സഹകരിക്കുന്ന സ്വഭാവമില്ല എങ്കിൽ അവരുടെ പേരെന്താണ്? അള്ളാഹു വമൻ അദ്ലമു മിമ്മൻ കതമ ഷഹാദതൻ ഇൻദഹു മിനല്ലാഹ്, തന്റെ പക്കലുള്ള സാക്ഷ്യത്തെ അത് മറച്ചു വെച്ചതിനേക്കാളും വലിയ അക്രമി മറ്റാരാണെന്ന്. ജൂതന്മാരെ പണി ചെയ്തപ്പോ ജൂതന്മാരെ കുറിച്ചാണ് അള്ളാഹു ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. എന്തിനാ ജൂതന്മാരെ കുറിച്ച് പറഞ്ഞു തരുന്നത്? ഇതേ പണി നിങ്ങൾ ചെയ്താൽ, തന്റെ പക്കൽ ഒരു സാക്ഷ്യം ഉണ്ടായിട്ട് അതിന്റെ പ്രവർത്തകനായി മാറാതെ അങ്ങനെ നടന്നവൻ, അവന്റെ മരണം അള്ളാഹുവിന്റെ കോപവുമായിട്ടാണ്. ഈ ദുനിയാവിൽ ഇത്രയൊക്കെ സൗകര്യം നടന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അള്ളാഹിന്റെ കോപവുമായിട്ടാണ് അവൻ മടങ്ങേണ്ടി വരുന്നത്. അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥ നമുക്കോ നമ്മുടെ തലമുറക്കോ നമുക്ക് ആർക്കും വരാതിരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.